പ്രേസ് ലോർഡ് ദൈവനാമത്തോടായിരിക്കട്ടെ. കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. എല്ലാവരും സുഖമായി ശുഭമായിരിക്കുന്നത് കർത്താവിൽ വിശ്വസിക്കുന്നു. ദൈവവചനത്തിൽ അനേക വാഗ്ദത്തങ്ങളുണ്ട്. എന്നാൽ ഒരു കാലത്തിനും മാറ്റാൻ പറ്റാത്ത ഹല്ലേലൂയ ടൈംലെസ് ആയ ഹല്ലേലൂയ ദൈവത്തിൻ്റെ 10 വാഗ്ദത്തങ്ങളെ കുറിച്ച് പഠിപ്പാൻ കർത്താവിൽ നാം ശരണപ്പെടുന്നു. സ്തോത്രം. ഹല്ലേലൂയ 23 സങ്കീർത്തനം 1 വാക്യത്തിൽ പറയുന്നു, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. അപ്പോൾ ദൈവം നമ്മളോട് പറഞ്ഞൊരു വാഗ്ദത്തം, നിനക്ക് മുട്ടുണ്ടാകുകയില്ല. ഹല്ലേലൂയ നിൻ്റെ ആത്മീയത്തിൽ, നിൻ്റെ ഭൗതികത്തിൽ, ശാരീരികത്തിൽ നീ ഹല്ലേലൂയ ദൈവത്തെ ഹല്ലേലൂയ ഇടയനായി കാണുന്നുവെങ്കിൽ ഹല്ലേലൂയ നിന്റെ ബുദ്ധിമുട്ടുകളൊക്കെയും തൻ്റെ ധനത്തിൻ്റെ മഹിമയ്ക്കൊത്തവണ്ണം തീർത്തു തരുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. നമ്മുടെ കർത്താവിനെ ഒരു ഇടയനായി കാണണം. ഹല്ലേലൂയ സ്തോത്രം. ഇടയൻ്റെ അടുത്തേക്ക് ആടുകൾ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ദൈവം ആടുകൾക്ക് ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് പോലെ തൻ്റെ ജനത്തിന് ഹല്ലേലൂയ പ്രൊട്ടക്ഷൻ കൊടുക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ഒന്നാമതായി യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. സ്തോത്രം. രണ്ടാമത്തെ കാര്യം ഹല്ലേലൂയ എബ്രായർക്കെഴുതിയ ലേഖനം 13 അധ്യായം 5 വാക്യത്തിൽ, നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാതിരിക്കട്ടെ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവീൻ, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ലെന്ന് അവൻ തന്നെ അരുളി ചെയ്തിരിക്കുന്നല്ലോ. ദൈവം നമ്മളോട് പറയുകയാണ് ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ നമ്മളെ ഒരു നാൾ അവൻ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ആരൊക്കെ ഉപേക്ഷിച്ചാലും, അപ്പനമ്മ ഉപേക്ഷിച്ചാലും, സഹോദരങ്ങൾ ഉപേക്ഷിച്ചാലും, ഹല്ലേലൂയ നാട്ടുകാർ ഉപേക്ഷിച്ചാലും, വീട്ടുകാർ ഉപേക്ഷിച്ചാലും, ചർച്ചുകാർ ഉപേക്ഷിച്ചാലും, ദേശം ഉപേക്ഷിച്ചാലും ദൈവം പറയാണ്, ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല, ഒരു നാളും ഞാൻ നിന്നെ കൈവിടുകയില്ല. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തുകൊണ്ടായിരിക്കണം ഹല്ലേലൂയ ഇതിനോട് കണക്റ്റഡ് ചെയ്ത് ഞാനത് സംസാരിക്കുകയാണ്. നമ്മുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാതായിരിക്കണം. ഹല്ലേലൂയ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവാൻ ഹല്ലേലൂയ നാം പഠിക്കണം. സ്തോത്രം. കർത്താവ് നമ്മളോട് പറഞ്ഞ ഒരു പ്രോമിസ്, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. എപ്പോഴും ഓർക്കണം ഹല്ലേലൂയ ഉപേക്ഷിക്കാത്ത ഒരു ദൈവം, അല്ലെങ്കിൽ കൈവിടാത്ത ഒരു ദൈവം നമ്മോട് കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പും ധൈര്യത്തോടും കൂടെ നമ്മുടെ ക്രിസ്തീയ ജീവിതം മുന്നോട്ട് നയിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. മൂന്നാമതായിട്ട് സദൃശവാക്യങ്ങൾ 19:21 പറയുന്നു, മനുഷ്യന്റെ ഹൃദയത്തിൽ നല്ല പല വിചാരങ്ങളുണ്ട്, യഹോവയുടെ ആലോചനയോ നിവൃത്തിയാവും. നമുക്കെല്ലാം പല ഹല്ലേലൂയ ചിന്തകളുണ്ട്, ആലോചനകളുണ്ട്, ഹല്ലേലൂയ പല തീരുമാനങ്ങളുണ്ട്. എന്നാൽ ഇതിൻ്റെ എല്ലാം കൺട്രോൾ ഇരിക്കുന്ന ആരുടെ കയ്യിലാണ്? നമ്മുടെ ദൈവത്തിൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. ദൈവത്തിൻ്റെ ഹല്ലേലൂയ ആലോചനയെ നിവൃത്തിയാകത്തുള്ളൂ. എപ്പോഴും നമ്മൾ ദൈവത്തിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കണം. കർത്താവേ, എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ ഒരു ചിന്തയുണ്ട്, ഇങ്ങനെ ഒരു കാര്യം ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, എന്നാൽ നിന്റെ ഹിതമെങ്കിൽ കർത്താവേ നീ എനിക്ക് നടത്തി തരണം. എപ്പോഴും കൺട്രോൾ ആരുടെ കയ്യിലായിരിക്കുന്നത്? ദൈവത്തിൻ്റെ കയ്യിലായിരിക്കുന്നത്. കർത്താവിൻ്റെ കയ്യിലാണ് കൺട്രോൾ ഇരിക്കുന്നുവെങ്കിൽ നമ്മൾ ഒന്നിനെക്കുറിച്ച് ഭാരപ്പെടേണ്ടതില്ല. നമ്മളൊരു പുതിയ സംരംഭം തുടങ്ങുമ്പോൾ, ഒരു ഹല്ലേലൂയ സ്തോത്രം, ഒരു പുതിയ കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ ദൈവസന്നിധി ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് ദൈവത്തോട് ചോദിച്ച്, കർത്താവേ ഇത് നിന്റെ ഹിതമാണെങ്കിൽ മാത്രം എൻ്റെ ജീവിതത്തിൽ നടക്കട്ടെന്ന് നാം പ്രാർത്ഥിക്കുന്നുവെങ്കിൽ തീർച്ചയായും അതിൻ്റെ കൺട്രോൾ ദൈവം ഏറ്റെടുത്ത് അത് അനുഗ്രഹമാക്കി തീർക്കും. ഹല്ലേലൂയ. നാലാമതായി സ്തോത്രം റോമർക്കെഴുതിയ ലേഖനം 8 അധ്യായം അതിൻ്റെ 28ഉം 29ഉം ചേർത്ത് വായിക്കുമ്പോൾ, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. അതിൻ്റെ 29ാമത്തെ വാക്യത്തിൽ, അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദിജാതനാക്കേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാക്കുവാൻ മുന്നറിയിച്ചിരിക്കുന്നു. അപ്പോൾ ക്രിസ്തുവിനെ പോലെ ആക്കുവാൻ ഹല്ലേലൂയ ക്രിസ്തുവിനെ പോലെ ആകുവാൻ നമ്മളെ കർത്താവ് ഹല്ലേലൂയ കണ്ടിരിക്കുന്നു. സ്തോത്രം. അപ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടിയാവരിക്കും. യേശുവിനെ പോലെ ആയിത്തീരുവാൻ നമ്മുടെ ജീവിതത്തിൽ വരുന്ന സകല ഘട്ടവും പ്രതികൂലങ്ങളും പ്രശ്നങ്ങളെയും ഹല്ലേലൂയ സ്തോത്രം അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച് നാം ആരെ പോലെ ആയിത്തീരും? ക്രിസ്തുവിനെ പോലെ ആയിത്തീരും. ഹല്ലേലൂയ. അതുപോലെ തന്നെ ദൈവം തന്നെ മുന്നറിയിച്ചവരെ താൻ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദിജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട്, ആരുടെ സ്വരൂപത്തോട്? യേശുവിന്റെ സ്വരൂപത്തോട് അനുരൂപമാക്കുവാൻ മുന്നറിയിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ യേശുവിനെ പോലാകുവാൻ ഹല്ലേലൂയ സ്തോത്രം നമ്മളെ ദൈവം കണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ആ വാക്തത്വത്തിൽ നമ്മൾ ഉറച്ച് വിശ്വസിക്കാം. ഹല്ലേലൂയ. അതുപോലെ തന്നെ യോഹന്നാന്റെ സുവിശേഷം 6 അധ്യായം 37 വാക്യത്തിൽ പറയുന്നു, പിതാവ് എനിക്ക് തരുന്നതൊക്കെ
ഒക്കെയും എൻ്റെ അടുക്കൽ വരും. എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല. പിതാവായ ദൈവം പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് നമ്മളെ അയച്ചിരിക്കുകയാണ്. നാം അവൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ഒരിക്കലും ദൈവം നമ്മളെ തള്ളിക്കളയുകയില്ല. നാം ദൈവത്തിൻ്റെ മക്കളാണ്. ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ നമ്മൾ അവകാശികളാണ്. നിത്യജീവൻ അവകാശികളാക്കി ദൈവം നമ്മളെ കണ്ടിരിക്കുമ്പോൾ തള്ളിക്കളയാത്ത ഒരു നാളും എന്ന് പറഞ്ഞാൽ കുറച്ചു നാൾ ചേർത്ത് വെച്ചിട്ട് പിന്നെ കളയുന്ന ഒരു നാളും തള്ളിക്കളയാത്തൊരു ദൈവം നമുക്കുണ്ട്. ആ വാഗ്ദത്തത്തെ മുറുകെ പിടിക്കാം. ഹല്ലേലൂയ. സങ്കീർത്തനം 28:7 പറയുന്നു, സ്തോത്രം, യഹോവ എൻ്റെ ബലവും എൻ്റെ പരിചയമാവുന്നു, എൻ്റെ ഹൃദയം അവങ്കിൽ ആശ്രയിച്ചു. അപ്പോൾ നമ്മുടെ ബലമാരാണ്, നമ്മുടെ പരിചയമാണ് ദൈവമാകുന്നു. നമ്മുടെ ഹൃദയം എവിടെ ആശ്രയിക്കുന്നു? ദൈവത്തിൽ ആശ്രയിക്കുന്നു. എൻ്റെ സഹായം എവിടുന്ന് ലഭിച്ചു? ആ വാക്യം വായിക്കുമ്പോൾ എനിക്ക് സഹായവും ലഭിച്ചു. അതുകൊണ്ട് എൻ്റെ ഹൃദയം ഉല്ലസിക്കുന്നു. പാട്ടോടെ ഞാൻ അവനെ സ്തുതിക്കും. യഹോവ എൻ്റെ ബലവും എൻ്റെ പരിചയമാവുന്നു, എൻ്റെ ഹൃദയം അവങ്കൽ ആശ്രയിച്ചു, എനിക്ക് സഹായവും ലഭിച്ചു. ഹല്ലേലൂയ. നമുക്ക് സഹായം ലഭിക്കുന്നത് എവിടെ നിന്നാണ്? യഹോവയെങ്കിൽ നിന്ന്. നാം യഹോവയിൽ ആശ്രയിക്കുമ്പോൾ ഹല്ലേലൂയ ദൈവം നമുക്ക് ഹല്ലേലൂയ സഹായം അയക്കുവാൻ ഇടയായിത്തീരും. എൻ്റെ ഹൃദയം ഹല്ലേലൂയ വളരെ പ്രയാസമേറിയ അവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നാം പ്രാർത്ഥിച്ചു. ദൈവമേറിയ ഒരു വിഷയത്തിലൂടെ കടന്നു പോകുമ്പോൾ നാം ദൈവത്തിൽ ആശ്രയിച്ചു, നാം പ്രാർത്ഥിച്ചു. ദൈവം നമുക്ക് സഹായം തരുമ്പോൾ നമ്മുടെ ഹൃദയം എന്ത് ചെയ്യും? ആനന്ദിക്കുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. അങ്ങനെ നാം ദൈവത്തെ സ്തുതിക്കുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. സങ്കീർത്തനം 28:8 പറയുന്നു, യഹോവ തന്റെ ജനത്തിന്റെ ബലമാകുന്നു, തന്റെ അഭിഷിക്തൻ അവൻ രക്ഷാദുർഗം തന്നെ. അപ്പോൾ ദൈവത്തിന് ദൈവത്തിന്റെ മക്കൾ ഹല്ലേലൂയ സ്തോത്രം തന്റെ യഹോവ തന്റെ ജനത്തിന് എന്തുവാ? ബലമാകുന്നു. നമ്മുടെ ബലമാരാ? ദൈവജനത്തിന്റെ ബലമാരാ? യഹോവയാകുന്നു. തന്റെ അഭിഷിക്തനും അവൻ രക്ഷാദുർഗം തന്നെ. എപ്പോഴും സന്തോഷവും രക്ഷയുടെ സന്തോഷം ഒരു ദൈവ പൈതലിന് തീർച്ചയായും ദൈവം എപ്പോഴും കൊടുക്കും. ഹല്ലേലൂയ. റോമർക്കെഴുതിയ ലേഖനം 8:26-27 വാക്യം ചേർത്ത് വായിക്കുമ്പോൾ ആവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. അപ്പൊ ആത്മാവ്, നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, നമ്മളെ വളരെ ബലഹീനാവസ്ഥയിലൂടെ കടന്നു പോകുന്നു, പക്ഷെ ആത്മാവ് നമുക്ക് തുണ നിൽക്കുന്നു. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. ആത്മാവ് തന്നെ ഉച്ചരിച്ചു കൂടാത്ത ഞെരുക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. ഹല്ലേലൂയ. നമ്മൾ ദൈവസന്നിധിയിൽ അഭിഷേകം പ്രാപിച്ചൊരു ദൈവത്തിലെ നീ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ പോലും കഴിയാതെ ഭാരത്തിലിരിക്കുവാണോ? ആത്മാവ് എനിക്ക് നിങ്ങൾക്ക് വേണ്ടി തുണ നിൽക്കും. ഹല്ലേലൂയ. എന്നാൽ ആത്മാവ് വിശുദ്ധർക്ക് വേണ്ടി ദൈവഹിത പ്രകാരം പക്ഷപാതം ചെയ്യുന്നത് കൊണ്ട് ആത്മാവിന്റെ ചിഹ്ന ഇന്നതെന്ന് ഹല്ലേലൂയ ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു. ഹല്ലേലൂയ. അപ്പോൾ ഹൃദയങ്ങളെ പരിശോധിക്കുന്ന ദൈവം ആത്മാവ് ഹല്ലേലൂയ തന്റെ ദൈവവചനത്തിനു വേണ്ടി പക്ഷപാതം ചെയ്യുമ്പോൾ ആത്മാവിന്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു. ഹല്ലേലൂയ. നമ്മുടെ ആത്മാവിന്റെ ചിന്ത എന്തെന്ന് നമ്മുടെ ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു. ഹല്ലേലൂയ. അതുപോലെ തന്നെ റോമർക്കെഴുതിയ ലേഖനം 8:34 വാക്യത്തിൽ പറയുന്നു, ശിക്ഷ വിധിക്കുന്നവനാർ ഈ ക്രിസ്തുയേശു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ. അവൻ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. അപ്പൊ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. നിന്നെയും ശിക്ഷിക്കുവാൻ, നിത്യ നരകത്തിലേക്ക് തള്ളിക്കളയുവാൻ, ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ ശത്രുവാൻ വാദിച്ചു ചെല്ലുമ്പോൾ ഹല്ലേലൂയ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരു ക്രിസ്തു നമുക്ക് വേണ്ടിയുണ്ട്. അത് വലിയൊരു വാഗ്ദത്തമാവുന്നു. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തി 1:11 വാക്യത്തിൽ പറയുന്നു, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും. ഒരു വാഗ്ദത്തമാണ്, അവൻ വീണ്ടും വരും. ഹല്ലേലൂയ. കർത്താവ് യേശു ക്രിസ്തു സ്വർഗാരോഹണം ഹല്ലേലൂയ ചെയ്ത് അതേപോലെ തന്നെ അവൻ വീണ്ടും വരും. ആ വാഗ്ദത്തത്തിൽ നമ്മൾ ഉറച്ചു വിശ്വസിക്കാം. 10-ാമതായി വെളിപ്പാട് പുസ്തകം 21-1-5 വരെ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുകയാണ്, ഞാൻ പുതിയ ആകാശവും ഹല്ലേലൂയ പുതിയ ഭൂമിയും കണ്ടു. ആ ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമി ഒഴിഞ്ഞുപോയി, സമുദ്രവും ഇനിയില്ല. പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം കർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. അപ്പോൾ പുതിയ യെരൂശലേം നമുക്ക് വേണ്ടി കർത്താവ് ഒരുക്കുകയാണ്. ഹല്ലേലൂയ. അതിന്റെ 3-ാം വാക്യത്തിൽ സിംഹാസനത്തിൽ ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടു, ഇതാ മനുഷ്യരോട് കൂടെ ദൈവത്തിന്റെ കൂടാരം, അവൻ അവരോടുകൂടെ വസിക്കും, അവർ അവന് ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായി അവരോട് കൂടെ ഇരിക്കും. അവൻ അവരുടെ കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഇനി മരണം ഉണ്ടാകുകയില്ല, ദുഃഖവും മുറവിളിയും കട്ടതയും ഉണ്ടാകുകയില്ല. ഒന്നാമത്തേത് കഴിഞ്ഞുപോയി. അപ്പോൾ ഇനി മരണമില്ല. അല്ലെങ്കിൽ ദൈവ
ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. മുറവിളിയില്ല, കണ്ണുനീരില്ല. ദൈവം ഹല്ലേലൂയ തന്റെ ജനത്തിന്റെ കൂടെ വസിക്കും. ദൈവത്തിലെ ഹല്ലേലൂയ ദൈവിക വാഗ്ദത്തം എത്ര വിശ്വസ്തതയുള്ളതാണ്. ഞാൻ കർത്താവിനെ അറിയുന്നുവെങ്കിൽ, കർത്താവിന് വേണ്ടി ജീവിക്കുന്നുവെങ്കിൽ തീർച്ചയായും ഹല്ലേലൂയ ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ അധികമായി ഒരുങ്ങുവാൻ, ദൈവവചനം വായിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, ആത്മാവിന്റെ ശക്തി പ്രാപിച്ച് കർത്താവിന് വരവിന് വേണ്ടി ഒരുങ്ങുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഹല്ലേലൂയ സ്തോത്രം. കർത്താവ് നമുക്ക് ഇടയനാകുന്നു. ഹല്ലേലൂയ സ്തോത്രം. ദൈവം നമ്മളെ ഒരു നാൾ ഉപേക്ഷിക്കുകയില്ല. ഹല്ലേലൂയ കൈവിടുകയില്ല. ഹല്ലേലൂയ ദൈവമാണ് നമ്മുടെ ആലോചനകളെ കൺട്രോൾ ചെയ്യുന്നത്. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടിയാവരിക്കുന്നു. ഹല്ലേലൂയ അതുപോലെ ക്രിസ്തുവിനെ പോലെ ആക്കി തീർക്കുവാൻ നമ്മുടെ ജീവിതത്തിലെ സകല വിഷയങ്ങളെയും ഹല്ലേലൂയ അതിന് മുഖാന്തരമാക്കി തീർക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിന്റെ സന്നിധി ചെന്ന് ഒരുവനെയും ഒരു നാളും ദൈവം കൈവിടുകയില്ല. യഹോവ എന്റെ ബലവും എന്റെ പരിചയമാകുന്നു. ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരുവനെയും അല്ലെങ്കിൽ കർത്താവ് കൈവിടുകയില്ല. അവിടുന്ന് സഹായമായിരിക്കും. അല്ലെങ്കിൽ യഹോവ തന്നെ ജനത്തിന് ബലമാകുന്നു. സ്തോത്രം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാ നമ്മളെ ഹല്ലേലൂയ ബലഹീനതയ്ക്ക് നമുക്ക് തുണ നിൽക്കുന്നു. ആത്മാവ് തന്റെ വിശുദ്ധന്മാർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. ഹല്ലേലൂയ സ്തോത്രം. കർത്താവ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. ഹല്ലേലൂയ കർത്താവ് വീണ്ടും വരും നമ്മളെ ചേർക്കുവാൻ. അതുപോലെ തന്നെ ഹല്ലേലൂയ കർത്താവ് ഹല്ലേലൂയ പറയുകയാണ്, മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാ ഇനി മരണമില്ല. അല്ലെങ്കിൽ മരണം മാറിപ്പോയി. സ്തോത്രം. ദൈവം ഹല്ലേലൂയ അവൻ ദൈവം അവരോടുകൂടെ വസിക്കും. നമ്മോടുകൂടെ വസിക്കുന്ന ഒരു കർത്താവ്. ഹല്ലേലൂയ ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഈ വാഗ്ദത്തങ്ങൾക്കായി നാം കാത്തിരിക്കാം. ഇതിനു വേണ്ടി ഹല്ലേലൂയ നമുക്ക് ദൈവസന്നിധി പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുകയും ബലപ്പെടുത്തുകയും കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ.